ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു സദ്യയും പൂർണ്ണമാണെങ്കിൽ നല്ല അടിപൊളിയൊരു പായസം ഉണ്ടാവണം എന്നുള്ള കാര്യം. അപ്പോൾ പ്രത്യേകിച്ച് ഓണായി കഴിഞ്ഞാൽ നല്ലൊരു പാലട പായസം ഉണ്ടായാലാണ് നമ്മുടെ സദ്യ എന്തായാലും പൂർണ്ണമാവുള്ളൂ. നമ്മൾ ഇന്നിവിടെ 4 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് അടിപൊളിയൊരു പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാലട പായസ പ്രേമികളൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 100 ഗ്രാം പാലട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്യാൻ പാകത്തിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതേപോലെ തന്നെ മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഈ ചൂടുവെള്ളം കളഞ്ഞതിന് ശേഷം അതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. സാധാരണയായിട്ട് ഈ പാലടയിൽ ഉണ്ടാവുന്ന പശപശപ്പൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിയെടുത്ത പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പായസം അറ്റ് എ ടൈമിൽ തന്നെ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പകുതി ഈ സമയത്ത് ചേർക്കാം, ബാലൻസ് ഉള്ള പകുതി പാല് ചേർത്തതിന് ശേഷം വീണ്ടും ചേർക്കാം. ഞാനിവിടെ ഈ മൊത്തം പഞ്ചസാര ഒരുമിച്ച് ചേർക്കാനായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. മറ്റൊന്നല്ല, പാലട പായസത്തിന്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു കളർ കിട്ടാനാണ് ഞാൻ ആദ്യം തന്നെ മുഴുവനായിട്ട് ഇവിടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ജസ്റ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ മുതൽ പഞ്ചസാര കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതേപോലെ ഇത് കരിയാതിരിക്കാനായിട്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് തുടങ്ങി കഴിയുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവം മതി. ഇനി ഇതിലേക്ക് പാല് ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കുക, അതല്ലെങ്കിൽ അല്പസമയം ഒന്ന് ഓഫ് ചെയ്തിടാം. ഇതിലേക്ക് 1 കപ്പ് പാല് വളരെ കെയർഫുള്ളായിട്ട് അകന്ന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതേപോലെ ഈ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പഞ്ചസാരയുടെ ഈ സംഭവമൊക്കെ ഒന്ന് പൊന്തി വരും. അപ്പോൾ അതൊന്നും കണ്ടു നിങ്ങൾ പേടിക്കേണ്ട, അതൊക്കെ നോർമലാണ്. ഇവിടെ മുതൽ അല്പസമയം നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ടേ പറ്റൂ. നമുക്ക് ഈ മെൽറ്റാക്കി എടുത്ത പഞ്ചസാര പാലിൽ ലയിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏകദേശം 3/4 ഭാഗത്തോളം പഞ്ചസാര ഈ പാലിൽ നമ്മൾ ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ബാലൻസ് ഉള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തം 1.5 ലിറ്ററാണ് പാലെടുത്തിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ അടയുടെ പാക്കറ്റിന് 1.5 ലിറ്റർ പാല്, ഇതാണ് അതിൻ്റെ കണക്ക്. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഈ പാലും പഞ്ചസാരയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ പാലായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം തള വരുന്ന ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് പാലട ചേർത്ത് കൊടുക്കാനായിട്ട്. പാലട ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളം മാറ്റിയ ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ടൊന്ന് കുറുകി എടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വേണം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പ്യുവർ ഗീ ആഡ് ചെയ്യാനായിട്ട്. സാധാരണയായിട്ട് ചില ആളുകളൊക്കെ പായസത്തിൽ ഗീ ആഡ് ചെയ്യുന്നത് ഈ പായസത്തിൻ്റെ ലാസ്റ്റ് ടൈമിലാണ്. അങ്ങനെ ചേർത്ത് തുടങ്ങുന്ന സമയത്ത് ഗീയുടെ ഒരു കുത്തുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ കുറച്ച് നേരത്തെ ഇതിലേക്ക് ഗീ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ പാലട പായസമൊക്കെ നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ കുറുകി കിട്ടാനായിട്ട് ഏകദേശം അരമണിക്കൂർ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ ഒരു കുഴപ്പമുള്ളൂ, ഒരു 1 അവർ നിങ്ങൾ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ വരുന്ന ഓണത്തിന് സദ്യയിൽ സ്പെഷ്യലായിട്ട് തന്നെ ഈ ഒരു പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും അടിപൊളിയൊരു ഓണം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.